ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, അപ്പോൾ CPM നിലമ്പൂരിൽ മുന്നോട്ട് വെക്കാൻ പോകുന്നത് തൃക്കാക്കരയിൽ നിന്ന് വ്യത്യസ്തമായി ഒക്കെ അതിശക്തമായ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്, രാഷ്ട്രീയ പോരാട്ടമാണ്. ശ്രീജിത്ത്, ഹാഷ്മി PV അൻവറിലൂടെ ഒരു സ്വതന്ത്ര പരീക്ഷണം നടത്തി വിജയിച്ചതാണെങ്കിലും അൻവർ പാർട്ടിയെ വഞ്ചിച്ച് മുന്നണിയെ വഞ്ചിച്ച് പുറത്തുപോയതിന്റെ പാഠം ഉൾക്കൊണ്ടാണ് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് നിലമ്പൂരിൽ CPM തീരുമാനമെടുത്തത്. സ്വതന്ത്രനെ വേണോ അതോ പാർട്ടി സ്ഥാനാർത്ഥി വേണോ എന്ന തരത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ പാർട്ടി അണികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി പാർട്ടി സ്ഥാനാർത്ഥി തന്നെ മതി എന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുകയാണ്. ജന്മനാട്ടിൽ M സ്വരാജിന്റെ ആദ്യ മത്സരമാണ്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിനോട് പലതവണ പാർട്ടി ആരാഞ്ഞപ്പോഴും മത്സരിക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നായിരുന്നു സ്വരാജ് പ്രകടിപ്പിച്ച വികാരം. എന്നാൽ പാർട്ടി നേതൃത്വത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തിനൊടുവിലാണ് സ്വരാജ് മത്സരിക്കാൻ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിലപാടും സ്വരാജിന്റെ നിലമ്പൂരെ സ്ഥാനാർത്ഥിത്വത്തിൽ നിർണായകമായിട്ടുണ്ടാവില്ലേ ശ്രീജിത്ത്? തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് വന്ന നിർദ്ദേശം അനുസരിച്ചാണ് M സ്വരാജ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹം ജന്മനാട്ടിൽ ആദ്യ മത്സരത്തിനാണ് തയ്യാറെടുക്കുന്നത്. നേരത്തെ തൃപ്പൂണിത്തുറയിലായിരുന്നു അദ്ദേഹം 2 തവണ മത്സരിച്ചത്. ഒരു തവണ അദ്ദേഹം MLA ആയി. 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം K ബാബുവിനോട് പരാജയപ്പെടുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. അദ്ദേഹം CPMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹം മത്സരസന്നദ്ധത പ്രകടിപ്പിച്ചതാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന നേതാവായിരുന്നു സ്വരാജ്. ആ സമ്മർദ്ദം അദ്ദേഹം അനുസരിച്ച് അദ്ദേഹം ഇപ്പോൾ മത്സരത്തിന് തയ്യാറെടുക്കുന്നു. ജന്മനാടായ നിലമ്പൂരിൽ ആദ്യ മത്സരത്തിൽ തയ്യാറെടുക്കുന്നു. അദ്ദേഹം ഇവിടെ നിലമ്പൂരിലെ പോത്തുകൽ സ്വദേശിയാണ്. വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടത്തി ഇവിടെ നിലമ്പൂർ ടൗണിലാണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നതും. CPM സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പ്രേക്ഷകരെ ആ വാർത്ത അറിയിച്ചിരുന്നു 24. M സ്വരാജ് ആണ് നിലമ്പൂരിൽ ഇടതു സ്ഥാനാർത്ഥി എന്നത്. പിന്നെ അതിനുശേഷം MV ഗോവിന്ദൻ അത് സ്ഥിരീകരിച്ചു. സിറ്റിംഗ് സീറ്റായ നിലമ്പൂരിൽ LDFനും CPMനും ഇത് അഭിമാന പോരാട്ടമാണെന്ന് ഉറപ്പായും പറയാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു ഊഴം കൂടി LDF പ്രതീക്ഷിക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പിന് ഇനി കേവലം മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു സിറ്റിംഗ് സീറ്റ് വിട്ടുകളയുക എന്ന് പറയുന്നത് CPMന് LDFന് അത് അചിന്ത്യമാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് പാർട്ടിയുടെ പ്രമുഖ നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം. തൃപ്പൂണിത്തറ മുൻ MLA ആയ സ്വരാജ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിരുന്നതാണ്. M സ്വരാജ് നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ സ്വന്തം പോത്തുകൽ സ്വദേശിയായ M സ്വരാജ് അദ്ദേഹത്തിന്റെ സ്വദേശത്ത് സ്വന്തം നാട്ടിലാദ്യമായി അദ്ദേഹം മത്സരത്തിന് ഇറങ്ങുന്നു. അത് എന്ന് പറയുമ്പോൾ CPM മുന്നോട്ടേക്ക് വെക്കുന്നത് അതിശക്തമായ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് CPM അവിടെ പോകുന്നു. സ്വതന്ത്ര പരീക്ഷണങ്ങളോട് ഇനി എക്കാലത്തേക്കും എല്ലാ കാലത്തേക്കും വിട പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പോരാട്ടങ്ങളിലേക്ക് CPM കടക്കുകയാണോ എന്നറിയില്ല. CPMന്റെ സ്വതന്ത്ര പരീക്ഷണങ്ങളുടെ അധ്യായം അടഞ്ഞോ എന്ന കാര്യവും വ്യക്തമല്ല. പക്ഷേ ഇക്കുറി ഏതെങ്കിലും തരത്തിൽ സ്വതന്ത്രനല്ല. അവിടെ CPM ഫേസായ CPMന്റെ പ്രധാനപ്പെട്ട മുഖമായ M സ്വരാജാണ് നിലമ്പൂരിൽ CPMന്റെ സ്ഥാനം. നേരത്തെ M സ്വരാജ് 24നോട് പ്രതികരിച്ചിരുന്നു. LDF ഉറപ്പായും നിലമ്പൂരിൽ ജയിക്കും എന്നതാണ് സ്വരാജിന്റെ പ്രതീക്ഷ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കുന്നതിന് CPIM എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ഇന്നാണ് പാർട്ടി തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. അക്കാര്യത്തിൽ പാർട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് പാർട്ടിയുടെ പ്രതിനിധിയായി നിയോഗിച്ചിട്ടുള്ളത്. തീർച്ചയായും ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എല്ലാ പരിശ്രമങ്ങളും നടത്തും. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടെ നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച വിജയം നേടാനാവും എന്ന ഉറച്ച പ്രതീക്ഷയാണുള്ളത്.